السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلناه قرآنا عربيا لعلكم تعقلون. സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ പഠിതാക്കൾക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ അറബി ഭാഷയുടെ ഗ്രാമർ വളരെ ലളിതമായി വിവരിക്കുന്ന ഒരു പങ്ക്തിയാണ് ഉദ്ദേശിക്കുന്നത്. ഇതുകൊണ്ട് 10 മിനിറ്റ് ദൈർഘ്യമുള്ള വോയിസ് ക്ലിപ്പുകളായിട്ട് ചില ക്ലാസ്സുകൾ നൽകുവാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, അറബി ഭാഷ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിലാണ് ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ഖുർആനിൽ 10 സ്ഥലങ്ങളിൽ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അറബി ഭാഷയിലാണ് എന്ന് പറയുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു സ്ഥലമാണ് സൂറത്ത് യൂസുഫിലെ 3-ാമത്തെ വചനം. അതാണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലകും തഅഖിലൂൻ. തീർച്ചയായിട്ടും ഈ ഖുർആനിനെ നാം അവതരിപ്പിച്ചിട്ടുള്ളത് ഖുർആനൻ അറബിയൻ, അറബിയിൽ വായിക്കപ്പെടുന്നതായിട്ടാണ്. ലഅല്ലകും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുവാൻ വേണ്ടിയെന്നാണ്. വെറും 28 അക്ഷരങ്ങളും 3 വവ്വലുകൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ട അഗാധമായ വാക്കുകൾക്ക് അഗാധമായ അർത്ഥങ്ങളുള്ള ഒരു ഭാഷയാണ് അറബി ഭാഷ എന്നുള്ളത്. വിശുദ്ധ ഇസ്ലാം ലോകത്ത് ഈ അറബി ഭാഷ ഇന്ന് 22 രാജ്യങ്ങളിലെ മാതൃഭാഷയാണ്. 25 കോടി ആളുകൾ ഈ ഭാഷ ഉപയോഗിക്കുന്നുണ്ട്. അത്രത്തോളം ആളുകൾ അറബി മറ്റ് ആവശ്യങ്ങൾക്ക്, വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. 100 കോടിയോളം ആളുകൾ കൈകാര്യം ചെയ്യപ്പെടുന്ന ഭാഷയാണ്. ഐക്യരാഷ്ട്ര സഭയിൽ അംഗീകരിക്കപ്പെട്ടുള്ള 3-ാമത്തെ ലാംഗ്വേജാണ് അറബിക് ഭാഷ. പുരാതനമായ ഭാഷയാണെങ്കിലും ഇന്ന് സജീവമായി കമ്പ്യൂട്ടർ ലാംഗ്വേജിനും IT രംഗത്തുമൊക്കെ അറബിക് ലാംഗ്വേജ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അറബി ഭാഷയുടെ സ്വാധീനം മറ്റെല്ലാ ഭാഷകളിലും കാണുവാൻ സാധിക്കും. സ്പാനിഷ് ഭാഷയിൽ 4000-ഓളം അറബിക് വാക്കുകളുണ്ട് എന്നാണ്. പോർച്ചുഗൽ ഭാഷയിൽ 300-ഓളം അറബി വേർഡുകളുണ്ട്. ഇംഗ്ലീഷിൽ 1000-ത്തിലധികം അറബി വേർഡ്സ് ഉണ്ട് എന്നാണ്. ഇപ്പോൾ ഷുഗർ, ക്യാമൽ, സിറപ്പ്, കോഫി, ഇതൊക്കെ അറബി വേർഡാണ്. ഷുഗർ എന്ന് പറഞ്ഞാൽ അറബിയിലെ സുക്കറാണ്. ക്യാമൽ അറബിയിലെ ജമലാണ്. സിറപ്പ് അറബിയിലെ ഷറാബാണ്. കോഫി അറബിയിലെ ഗഹ്വയാണ്. മലയാളം ഭാഷയിൽ തന്നെ 300-ലധികം അറബി പദങ്ങളുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ അറബി ഭാഷയുടെ സ്വാധീനം മറ്റെല്ലാ ഭാഷകളിലും ഇന്ന് ഉണ്ട് അല്ലേ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അറബി ഭാഷ വ്യാപിച്ചപ്പോൾ വിശുദ്ധ ഇസ്ലാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചപ്പോൾ വിശുദ്ധ ഖുർആനും അറബി ഭാഷയും ഒക്കെ അവിടേക്കും വ്യാപിച്ചു. പ്രത്യേകിച്ച് ആഫ്രിക്കൻ, ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ ഇസ്ലാമിൻ്റെ സ്വാധീനം വളരെ ശക്തമായപ്പോൾ പല രാജ്യങ്ങളും അവരുടെ മാതൃഭാഷ ഉപേക്ഷിച്ചിട്ട് അറബി അവരുടെ മാതൃഭാഷയായി സ്വീകരിക്കുകയാണ്. അറബിയിൽ അവർ ഗ്രന്ഥങ്ങൾ രചിച്ചു അല്ലേ, ഗ്രാമർ ഉണ്ടാക്കി അല്ലേ. അറബിൻ്റെ ഗ്രാമർ പോലും മുൻചിത് ഉണ്ടാക്കിയത് ഒരു മുസ്ലിമായ ആളല്ല, അറബി പഠിച്ചിട്ട് അയാളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ രൂപത്തിൽ അറബി ഭാഷയുടെ സ്വാധീനം ഇന്ന് മറ്റ് ഭാഷകളിലൊക്കെ തന്നെ കാണുവാൻ സാധിക്കും. അപ്പം ലോകത്തുനിന്ന് സജീവമായി നിലനിൽക്കുന്ന ഒരു ലാംഗ്വേജാണ് അറബി. അതോടൊപ്പം ഖുർആനിൻ്റെ ലാംഗ്വേജുമാണ്. അതുകൊണ്ട് തന്നെ അറബി ഭാഷ പഠിക്കുക എന്നുള്ളത് നമ്മൾക്ക് ഖുർആൻ പഠിക്കുവാനും
മറ്റ് ആവശ്യങ്ങൾക്കുമൊക്കെ അനിവാര്യമായിട്ടുള്ള, നമുക്കറിയാം അറബി ഭാഷയിൽ 28 അക്ഷരങ്ങളാണത്. ആ അക്ഷരങ്ങൾ നമ്മളെ ചാർട്ടിൽ കൊടുക്കുന്നുണ്ട്, നമ്മൾക്ക് എല്ലാവർക്കും അതറിയാം. പക്ഷേ നമ്മൾ ഇംഗ്ലീഷ് അക്ഷരമാല പറയുന്ന മാതിരി ABCDEFGHIJKLMNOPQRSTUVWXYZ പറയുന്ന മാതിരി അറബി അക്ഷരമാല ഓർഡർ പറയാൻ പല ആളുകൾക്കും അറിയില്ല. അപ്പോൾ അത് നമ്മൾ ഒരു ബേസിക്കായിട്ടുള്ള നമ്മുടെ ലാംഗ്വേജ് ആകുമ്പോൾ അത് നമ്മൾ പഠിക്കണം. അലിഫ് ബ ത സ ജീം ഹ ഖ ദ ദ റ സ സീൻ ഷീൻ സ്വ വ ത ള ഐൻ ഗൈൻ ഫ ഖാഫ് കാഫ് ലാം മീം നൂൻ ഹ വ യ എന്നാണ്. അത് നമ്മൾ ബൈഹാർട്ട് പഠിക്കണം. പിന്നെ ദീർഘാക്ഷരങ്ങൾ വെറും 3 ദീർഘാക്ഷരങ്ങളേ ഉള്ളൂ. ഇംഗ്ലീഷിൽ AEIOU 5 ദീർഘാക്ഷരങ്ങളും മലയാളത്തിൽ അതിൽ കൂടുതൽ ദീർഘാക്ഷരങ്ങളുമൊക്കെ ഉള്ളപ്പോൾ അറബിയിൽ വെറും 3 ദീർഘാക്ഷരങ്ങളുള്ളത്. അലിഫ് വാവ് യാ ആണ്. അലിഫ് വവ്വലായിട്ട് വരുന്ന ദീർഘാക്ഷരമായി വരുന്ന അലിഫിൻ്റെ മുകളിൽ സ്മോൾ ഹംസ ഉണ്ടാവില്ല. അതാണ് അറബിയിൽ ഒന്നാമത്തെ അക്ഷരവും ഈ വവ്വലായുള്ള അലിഫും തമ്മിലുള്ള വ്യത്യാസം. ചില ഗ്രാമർ പണ്ഡിതന്മാർ ഇത് രണ്ടും 2 ലെറ്ററായിട്ട് തന്നെ ഗണിച്ച് 29 അക്ഷരങ്ങൾ അറബിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് വവ്വലായി വരുന്ന അലിഫിന് അതിൻ്റെ മുകളിൽ ആ ഹംസയുടെ അടയാളം ഉണ്ടാവില്ല. അപ്പോൾ അലിഫ് വന്നാൽ എ എന്നാണ്, ആ നീട്ടണം. വാവ് വന്നാൽ ഊ എന്നാണ്, ഇംഗ്ലീഷിലെ ഒ യുക്ക് പകരമാണ് വാവ്. യാവ് വന്നാൽ EI ആണ്, ഇംഗ്ലീഷിലെ EIക്ക് പകരമാണ് യാവ്. ഈ എന്നുള്ള മലയാളത്തിൽ ഉച്ചാരണം. അപ്പോൾ ഈ 28 അക്ഷരങ്ങളും 3 വവ്വൽസും കൊണ്ട് ആണ് അറബിക് ലാംഗ്വേജ് ഉണ്ടാവുന്നത്. വളരെ എളുപ്പമാണ് ഖുർആൻ പഠിക്കുവാൻ. ഖുർആൻ തന്നെ പറയുന്നുണ്ട് വലഖദ് യസ്സർനൽ ഖുർആന ലിസിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കപ്പെട്ട വാക്കുകളാണ്, ആ വാക്കുകൾ കൂടിച്ചേർന്ന സെൻറ്റൻസുകളാണ് ഖുർആനിൽ. ആ സെൻറ്റൻസാണ് ആയത്തുകൾ. അപ്പോൾ ഈ അക്ഷരങ്ങൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ഒരു 10 വേർഡ്സ്, 10 വാക്കുകൾ നമ്മൾ ഈ ചാർട്ടിൽ കൊടുക്കുന്നുണ്ട്. പഠിതാക്കളൊന്ന് ശ്രദ്ധിക്കണം. 1 അല്ലാഹു, 2 ഖലഖ, 3 അഹദുൻ ഏകൻ, 4 ഇൻസാനുൻ മനുഷ്യൻ, 5 മിൻ ഫ്രം ഇൽ നിന്നും ഒരു സ്ഥലത്തിൽ നിന്നും, 6 തുറാബുൻ മണ്ണ്, 7 ദാവൂദ് നബി അലൈഹിസ്സലാം, ദാവൂദുള്ള പേരാണ്, 8 ഖതല കൊന്നു, 9 നബിയുൻ പ്രവാചകൻ, 10 ജാലൂത്ത് എന്നുള്ള രാജാവ്. ഈ 10 വേർഡ്സുകളെ നമുക്ക് 3ആയി ഡിവൈഡ് ചെയ്യാം. അത് നൗണുണ്ട്, വെർബുണ്ട്, പ്രിപ്പോഷൻസ് ഉണ്ട്. അതെല്ലാ ലാംഗ്വേജിലുള്ള ഒരു ഗ്രാമർ നിയമമാണ്. വേർഡ്സുകളെ നമുക്ക് 3ആയി ഡിവൈഡ് ചെയ്യാം. ഇസ്മ് എന്നാണ് അറബിയിൽ പറയുക, നൗൺ, നാമം. അപ്പോൾ ഈ പറഞ്ഞ 10 എണ്ണത്തിൽ 7 എണ്ണം നാമങ്ങളാണ്. 1 അല്ലാഹു, 2 അഹദുൻ ഏകൻ, 3 ഇൻസാനുൻ മനുഷ്യൻ, 4 തുറാബുൻ മണ്ണ്, 5 ദാവൂദ്, 6 നബിയുൻ പ്രവാചകൻ, 7 ജാലൂത്ത്. ഇതിൽ 2 വെർബുകളുണ്ട്, ഫഇൽ. 1 ഖലഖ, സൃഷ്ടിച്ചു എന്നുള്ളതൊരു വെർബാണ്. 2 ഖതല, കൊന്നു എന്നുള്ളത് വെർബാണ്. 3 മിൻ ഫ്രം ഇൽ നിന്നും. ഈ അവ്യയം എന്ന് പറഞ്ഞാൽ ഹർഫ് എന്നാണ് അറബി പറയുക, ഇംഗ്ലീഷിൽ പ്രിപ്പോഷൻസ് പറയും, മലയാളത്തിൽ അവ്യയം. എന്നാൽ സ്വന്തമായി അർത്ഥമില്ലാത്തതും മറ്റൊന്നിനോട് കൂടിച്ചേരുമ്പോൾ അർത്ഥമുണ്ടാവുന്നതുമാണ് അവ്യയങ്ങൾ. പക്ഷെ അത് വളരെ അനിവാര്യമാണ്. ഒരു വാചകമുണ്ടാക്കാൻ ഇതിൻ്റെ ആവശ്യം വളരെ അനിവാര്യമാണ്. വിശദമായിട്ട് നമ്മൾ പഠിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതിൽ നിന്ന്, ഈ 10 വേർഡുകളിൽ നിന്ന് നമുക്ക് കുറേ സെൻറ്റൻസുകൾ ഉണ്ടാക്കാനുണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ അത് വിശദീകരിക്കും, സെൻറ്റൻസിലേക്ക് പോകും. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഈ ക്ലാസ്സിൽ അറബി അക്ഷരമാലയിലെ 28 അക്ഷരങ്ങളും 3 വവ്വൽസും അതുകൊണ്ട് കൂടിച്ചേർന്നുണ്ടാക്കിയ 10 വേർഡ്സുമാണ്. ഈ വേർഡ്സ് എല്ലാം ഖുറാനിൽ വന്നിട്ടുള്ള വേർഡ് മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. അത് ലാംഗ്വേജിന് വരും. ഈ 10 വേർഡുകളും അതിൻ്റെ അർത്ഥവും നിങ്ങൾ പഠിക്കണം. അത് ഡിവൈഡ് ചെയ്തിട്ട് അതിലേതൊക്കെയാണ് ഇസ്മ്, നാമങ്ങൾ, ഏതൊക്കെയാണ് ഫെയിൽ, വെർബുകൾ, ഏതൊക്കെയാണ് ഹർഫ്, അവ്യയങ്ങൾ, അതും നമ്മൾ പഠിക്കണം. അത് പഠിച്ചിട്ട് അതുകൊണ്ട് നമുക്ക് സെൻറ്റൻസ് ഉണ്ടാക്കാം. ഈ സെൻറ്റൻസാണ് ഖുറാനിലെ ആയത്ത്. ആ സെൻറ്റൻസുകൾ 2 തരം സെൻറ്റൻസുകളുണ്ട്. അത് നമുക്ക് ഏതൊക്കെയാണെന്ന് പഠിക്കണം. അതിൻ്റെ പാർട്ടുകൾ പഠിക്കണം.
അതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയും. വളരെ എളുപ്പത്തിൽ ഖുർആൻ പഠിക്കുവാനും ഖുർആൻ മനസ്സിലാക്കുവാനും അതിൻ്റെ ഗ്രാമറിലേക്ക് മെല്ലെ ഇറങ്ങിച്ചെല്ലുവാനുമുള്ള ലളിതമായ സരളമായ ഒരു ക്ലാസ്സാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആളുകൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇതിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ആഴ്ച, ഒരാഴ്ചയിൽ ഒരു ക്ലാസ്സായിട്ട് നമ്മളത് വിട്ടു തരുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഖുർആൻ പഠിക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.